കറക്റ്റ് നാട്ടിലെ നല്ല നാടൻ പഴം. ഇതുവരെ ആരും ചെയ്യാത്തൊരിതാണ്. ഒരു 2 പഴംപൊരി ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്ന നല്ല അടിപൊളി ബീഫ് ഇതാ ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ പിച്ചിട്ടേ ഇതാ കണ്ട എൻ്റെ മോനെ പഴംപൊരി ഇങ്ങനെ പിടിച്ചിട്ടേ അസിസ്റ്റന്റ് ക്യാമറമാൻ പ്ലേറ്റും കൊണ്ട് അടിക്ക് മക്കളാ ഇത് കണ്ട ഈ തിരക്ക് കണ്ട ഞാൻ ആലോചിച്ചിട്ട് നാട്ടിൽ ഈ വെറൈറ്റി എല്ലാം ചേർത്ത് തീർച്ചയായിട്ടും ചെയ്യാലോ പഴംപൊരി എങ്ങനെയുണ്ട്? പഴംപൊരി പൊളി, സോഫ്റ്റ്, ടേസ്റ്റ്, ടെക്സ്ചർ നല്ല രസമുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് നല്ല പഴംപൊരി ബീഫ്, മൈദ, കുറച്ച് അരിപ്പൊടി മൈദയും, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, അധികം വേണ്ട, സ്വല്പം പഞ്ചസാര, ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ദോശ കൊയ്ക്കാനുള്ള മാവ് റെഡിമെയ്ഡാണ്. ഇന്ന് കുറച്ച് വെള്ളത്തിന് പകരം കുറച്ച് പാലാണ് ഒഴിക്കുന്നത്. പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ. പാലും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം കൂടെ, കുറച്ചുകൂടെ പാലൊഴിക്കുന്നത്. ആരും ഉണ്ടാക്കാത്ത രീതിയാണ് കേട്ടോ, ഫുള്ള് വെറൈറ്റി. അപ്പോൾ ഇനി വിസ്ക് വെച്ചിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. ബാറ്റർ നല്ല കറക്റ്റ് ലംസൊന്നും ഇല്ലാതെ കിട്ടാൻ കട്ടയൊക്കെ കുറച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചും കൂടെ ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്ത് തരണം. ഇനി ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പഴംപൊരി സെറ്റാക്കും. 2 സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. പഴം കട്ട് ചെയ്ത് ഇന്ന് ബീഫിൻ്റെ കൂടെ ഒരു പിടി പിടിക്കും മക്കളെ. അപ്പോൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കണ്ട് സെറ്റാക്കാം. അപ്പോൾ എല്ലാത്തിനും തൊലിയും കളഞ്ഞ് പാത്രത്തിലേക്ക് ഇടാം. ഇത്രയും പഴമുണ്ട്. എണ്ണ നല്ലൊന്ന് ചൂടാവട്ടെ. നല്ല ഇതാ എന്നിട്ട് മുക്കിയെടുത്ത് ബാറ്റർ തയ്യാറാക്കി എങ്ങനെയാണ് ഒന്നുകൂടെ പറയാൻ കേട്ടോ. തീർച്ചയായിട്ടും പറയും. ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വീഡിയോയിലെല്ലാം മനസ്സിലാക്കുക.
ഇങ്ങനത്തെ പഴത്തിലല്ല കാര്യങ്ങൾ ബാറ്ററിലാണ് കാര്യം. ഫുള്ള് വെറൈറ്റിയാണെന്ന്. അതെ, നമ്മളൊരു 3 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വെച്ചിട്ട് പൊന്നെ ഇതിനുണ്ടല്ലോ ബീഫിലിങ്ങനെ അത് കൃത്യമായിട്ട് ഒന്നും വിവരിക്കേണ്ടിയിരിക്കും. എന്നും വെറൈറ്റികൾ മാത്രം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെറൈറ്റിയാണ് അല്ലേ? പിന്നല്ലാതെ എന്നും ഒരേ ഫുഡ് കഴിച്ചാൽ രസമില്ല. വെറൈറ്റി തന്നെ വേണം. നമ്മുടെ ആദ്യത്തെ സെറ്റ് പുറത്തെടുക്കുകയാണല്ലേ? സെറ്റ് പിന്നെ 3 ഒരുമിച്ച് പോരാ. നമ്മള് ഒന്നിച്ച് പോരി നമ്മൾ പ്ലേറ്റിലേക്ക് പകരുകയാണ്. നമ്മൾ പകരുകയാണ്. സാധനം സെറ്റ് മക്കളെ. അത് കണ്ട കളറ് യാ മോനെ സെറ്റ്. ദേ കൊണ്ടുപോയി ഇതാ കൊണ്ടുപോകുന്നു കഴിക്കാനല്ല, നമ്മളൊരു പ്രദർശനത്തിന് വെക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ബാച്ചാണ് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാ ആഹാരവും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റർ കണ്ണപ്പൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റർ കണ്ണപ്പനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വല്ല പറഞ്ഞ 2 രൂപ അടുത്ത 3 നട. ഡ്യൂട്ടി കഴിഞ്ഞ് വരും നേരെ പഴംപൊരിയിലേക്ക്. അപ്പൊ ഒന്ന് കടിച്ചോ കടിച്ചോ. ബീഫിലേക്ക് ഉള്ളതാണ് കേട്ടാ. ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചൂട് സാധനം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി പൊപ്പളാപ്പി. പണി ഗൈസ്, നമ്മളവിടെ സാധനം കൊടുത്തപ്പോഴേക്ക് ഇവിടെ ചെറുതായിട്ടൊന്നിട്ട് കളർ മാറി. കുഴപ്പമില്ല, സെറ്റാണ്. ഒന്നുകൂടെ മൂത്തുമല്ലോ. എമൗണ്ട് സെർവ് ചെയ്യാം. കണ്ടാൽ തന്നെ ഇപ്പം എടുത്ത് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് തോന്നുന്നത്. കണ്ട പഴംപൊരി സെറ്റ്. 1 അല്ല 2 അല്ല 3 അല്ല. ഇതിങ്ങനെ അതാണ് ബീഫിന്റെ അപ്പുറം ഉണ്ടല്ലോ മോനെ, ഇത് വേറെ ലെവലായിരിക്കും. ഇതിലുണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. ഇതിക്കുണ്ടല്ലോ, ഇതൊന്നും മാറ്റി വെക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഇവനെ കണ്ട് വെച്ചിട്ട് ഇതാ ഒരു 2 പഴംപൊരി ഇങ്ങനെ. എന്നിട്ട് ആ ബീഫ് ഇങ്ങോട്ട് എടുത്താണ്. മൂടിയൊന്നും വേണ്ട. കണ്ടില്ലേ? ഇതാ കുറച്ച് ബീഫ്, നാട്ടിൽ നിന്ന് വന്ന നല്ല അടിപൊളി ബീഫ്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ട് ഇതാ കണ്ട എൻ്റെ മോനെ പഴംപൊരി ഇങ്ങനെ പിടിച്ചിട്ടേ ഞാൻ തന്നെ കഴിച്ചോളാം. ഒരു രക്ഷയില്ല. ഇത് പഴംപൊരിയാണ് എൻ്റെ മെയിൻ. ഒരു പീസും കൂടെ ഇതെടുത്ത് ഒരു ബീഫ് ഇങ്ങനെ എടുത്ത് ഇതാ ക്യാമറമാന് അസിസ്റ്റന്റ് ക്യാമറമാൻ
മേലോട്ടം വയ്ക്കുന്ന മാമൻ ഒന്നും പറയാനില്ല. പ്ലേറ്റും കൊണ്ട് വരുന്നത് മാറി. ക്യാമറ ഓഫ് ആക്കും. ഇനി സീരിയസ് ആയിട്ടുള്ള അഭിപ്രായം പറയണം. പൊളി സീരിയസ് ആയിട്ട് പറയണം. സീരിയസ് ആയിട്ട് ഈ ഫുഡിനെ കുറിച്ചിട്ട് ആരെങ്കിലും തമാശ പറയും. ഒരു മിനിറ്റ്. ആ. അടിക്ക് മക്കളെ, അടിക്ക് മക്കളെ. ഇത് കണ്ട, ഈ തിരക്ക് കണ്ട, ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കട്ടോ. ആ പഴംപൊരിയുടെ സോഫ്റ്റ് എവിടെ ഞാൻ ആലോചിച്ചിട്ട് നാട്ടിൽ ഈ വെറൈറ്റി എല്ലാം കൂടെ ചേർത്ത് തീർച്ചയായിട്ടും ചെയ്യാലോ. പഴംപൊരി എങ്ങനെയുണ്ട്? പഴംപൊരി പൊളി, സോഫ്റ്റ്, ടേസ്റ്റ്, ടെക്സ്ചർ നല്ല രസമുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ആഹാ, പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അതായത് ഞങ്ങൾക്ക് പഴംപൊരിയും ബീഫും വേണ്ടേ? പ്രത്യേകം പറഞ്ഞു കുറച്ച് ബീഫ്. അയ്യൂബ കണ്ടോ? പൊളി സാധനട്ടാ. ആവി പാർന്ന ബീഫ്, പുക പൊന്തുന്ന പഴംപൊരി. പഴംപൊരി തീർന്നോണ്ടിരിക്കുകയാണ്. കൂടെ നെയ്ച്ചോറുണ്ട്. നെയ്ച്ചോറ്, പഴംപൊരി, ബീഫ്, വല്ലാത്ത കോമ്പിനേഷൻ. ഹലോ, ബീഫ് കുറച്ചെടുത്താൽ മതി, ആള് മാറിപ്പോയി. അപ്പൊ അതിനോട് കമ്പുള്ളവർക്ക് അതിനോട് ഫാനുണ്ട്. അവിടെ സാധനം സെറ്റ്. അപ്പുറത്തൊരാളുണ്ട് അവിടെ കഴിക്കുന്നത്. ഇപ്പുറത്തൊരാളുണ്ട്, അവിടെ വേറൊരാളുണ്ട്.